ഞാൻ മോട്ടർ ഓഫ് ആക്കിയിട്ടില്ല, വേണ്ട കണ്ടോണേ. ഞാൻ ഓഫ് ചെയ്തിട്ടില്ല മോട്ടർ അങ്ങ് ഓഫ് ആക്കുക. ഭയങ്കര രോഗമായിട്ട് മാറിയിരിക്കുക മോട്ടർ ഓഫ് ആക്കൽ ഡ്രാമ. എന്തൊരു ശല്യപാടാ ഇത്. വെള്ളം വീണോണ്ടിരിക്കുകയായിരുന്നു. വേണ്ട കാണിച്ചു തരാം. ഇന്ന് 21 ഏപ്രിൽ. ഇന്ന് 21 ഏപ്രിൽ വേണ്ട. ഇപ്പം വെള്ളം തീരും. ഇപ്പം വെള്ളം നിൽക്കും. ഞാൻ മോട്ടർ ഓഫ് ആക്കിയില്ല, നിങ്ങൾ കണ്ടല്ലോ. ഇങ്ങനെ അങ്ങ് മോട്ടർ ഓഫ് ആക്കൽ പല പല പരിപാടികളാണ്, പല പല രോഗങ്ങളാണ്. എൻ്റെ സ്വന്തം മോട്ടർ ഓഫാക്കുക, സഹദേവ മന്ദിരത്തിലെ മോട്ടർ കണ്ടവർ ഓഫാക്കുക. പുതിയ ഇത് ടെക്നോളജിയാണ്, ചിപ്പ് വെച്ചാണ് ആൾക്കാർ പറയുന്നത്. എന്തോ പരിപാടി എന്തായാലും ചെയ്തിട്ടുണ്ടെന്ന് ആൾക്കാർ പറയുന്നത്, കേട്ടവരും കണ്ടവരും അല്ല ഇതെല്ലാം. ഇതൊക്കെ കാണുന്നവർ പറയുന്നത് ഏതോ പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ട് മോളേന്നാ. ഏതവനാണെന്നറിയത്തില്ലെന്നാണ് പറയുന്നത്. ഇത് എന്തോ ചെയ്ത് വെച്ചേക്കുന്നേനെ കണ്ടേ, എന്നാ കാണിച്ചു തരാം. കണ്ടല്ലോ, ഏതവനാണെന്നറിയത്തില്ല. മോട്ടർ ഓഫാക്കുക, നമ്മുടെ മോട്ടർ, എൻ്റെ മോട്ടർ കണ്ടവൻ ഓഫാക്കുക. ഇപ്പം തന്നെ ഓണായി. ഇപ്പം തന്നെ ഓണായി. ഏതോ വലിയ ചിപ്പ് പരിപാടിയാണ്. ചിപ്പ് പരിപാടിയുമായിട്ടിരിക്കുക. കേട്ടോ, ചിപ്പ് പരിപാടിയുമായിട്ടിരിക്കുക. ഇപ്പോൾ ഓണായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ വെള്ളം വരുന്നത് കണ്ടോണം. ഇന്ന് ഏപ്രിൽ 21. എൻ്റെ മോട്ടർ കണ്ടവൻ ഓഫാക്കുക. വലിയ രോഗങ്ങളൊക്കെയാണ്. എന്തൊക്കെയോ ഡ്രാമകൾ നടത്തുക. ഡ്രാമ അവിടെ ഇവിടെയും കയറി ഇരുന്നുണ്ട്. ഒരുത്തനുണ്ടൊരു സുബ്രഹ്മണ്യൻ, അവൻ്റെ മാസ്കും വെച്ചോണ്ടാണ് വരയ്ക്കകത്ത് വരെ ഇരിക്കുന്നത്. ആൾമാറാട്ടം നടത്തി ഇരിക്കുക, ഡ്രാമയും കാണിച്ചുകൊണ്ട്. ഇപ്പം വേണ്ട വെള്ളം വീഴാൻ തുടങ്ങിയത് കണ്ടില്ലയോ? ഇപ്പം നല്ലപോലെ വെള്ളം വീഴാൻ തുടങ്ങി. തന്നെ ഓണായി. ഞാൻ ഇവിടെ തന്നെ നിൽക്കുവാണേ. എൻ്റെ മോട്ടർ ഞാൻ ഓഫാക്കിയില്ലായിരുന്നു, നിങ്ങളെല്ലാം കണ്ട്. ഇതെന്തോ പരിപാടിയാണെന്ന് നമുക്കൊന്ന് അറിയണ്ടായോ? ഈ പരിപാടിയൊക്കെ ഞങ്ങൾ ഇതാക്കി വെക്കുക. എല്ലാം റെക്കോർഡ് ചെയ്ത് നമ്മൾ ഇടുക. എല്ലാം റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്തിടുക. ഇപ്പം വെള്ളം ശക്തിയായിട്ട് വീഴാൻ തുടങ്ങിയ കണ്ടല്ലോ, രണ്ടിടത്തൂടെ. കണ്ടല്ലോ, ഇത് ആരായി ചെയ്യുന്നത്? ഇത് ഇന്നും ഇന്നലെ 1-2 ദിവസമല്ല. ഞങ്ങളുടെ മോട്ടർ പുതിയതാ. പണ്ടത്തെ ആദ്യത്തെ വർഷങ്ങൾ പഴക്കമുള്ളതായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് അത്ര അധികം നാളൊന്നും ആയില്ല ഇത് വെച്ചിട്ട്. കേട്ടോ, വലിയ ശല്യമായിട്ട് മാറിയിരിക്കുക. ഇവനൊക്കെയാണോ ഞങ്ങളുടെ മോട്ടർ ഓഫാക്കിയ? ചിപ്പും ഒക്കെ വെച്ച് പല പല പരിപാടികളാണ്. ഞങ്ങളുടെ ഫാൻ രാത്രി കറങ്ങത്തില്ല. പിന്നെ ടപ്പേ ഞങ്ങൾ കറണ്ട് പോക്കൽ, ഞങ്ങളുടെ ക്യാമറ ഓഫ് ചെയ്യുക. അതെല്ലാം പറഞ്ഞ് ഇലക്ട്രീഷ്യന്മാരെല്ലാം പറഞ്ഞു ഇതെങ്ങനെ ഓഫ് ചെയ്യുന്നേ മോളെ. ഇതെന്തോ പരിപാടി എന്തായാലും ഉണ്ടെന്നാണ് പറയുന്നത് അവരും. ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്ത ക്യാമറയൊക്കെ ഓഫാകുക. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാമറ ഓഫാക്കുക, ലൈറ്റ് കറണ്ട് ഓഫ് ചെയ്ത് വെച്ച്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഏതൊക്കെയോ പരിപാടിയായിട്ട് നടക്കുകയാണ് കുറേ കള്ളന്മാരാണ്. ഇതാ സദാനന്ദ മന്ദിരത്തിലെ അവന്മാരും സുബ്രഹ്മണ്യൻ, അങ്ങനെ കുറേ അവന്മാർ, അല്ലാതെ വേറെ ആരുമല്ല. കേട്ടോ, ഞാൻ ഓഫ് ചെയ്യും, കാണിച്ചു തരാം എങ്ങനെ ഓഫ് ചെയ്യുന്നത്. ഇങ്ങനെ ഓഫ് ചെയ്യുമ്പോൾ എല്ലായിടത്തെയും വീട്ടിൽ അങ്ങനെ അല്ലയോ? നമ്മൾ സ്വിച്ച് ഇട്ടാൽ നമ്മൾ ഓഫാക്കും. ഇപ്പം 11:51 നോക്കട്ടെ, ഒന്നും കൂടെ നോക്കട്ടെ. നമ്മൾ സ്വിച്ച് ഇട്ടാൽ നമ്മളല്ലയോ മോട്ടർ ഓഫാക്കുന്നത്, അല്ലാതെ ഓഫാകുമോ? നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ നമ്മൾ ഓഫാവണം. വേണ്ടേ? അപ്പം ഇനിയോ ഞാൻ ഓഫ് ചെയ്യുക. എൻ്റെ മോട്ടർ ഞാൻ ഓഫ് ചെയ്യുക. ദീപായസ് പണിക്കറാണ് ഓഫ് ചെയ്യുന്നത്. ഓഫ് ചെയ്തേ കണ്ടോ? ഇങ്ങനല്ലേ ഓഫാവുന്നത്? അല്ലാതെ അങ്ങ് ഓഫാക്കുക. സ്വിച്ച് ഓണായി തന്നെ ഇരുന്നോണ്ട് ഇത് ഓഫാവുക. അതെന്തുവാന്ന് അറിയത്തില്ല, എന്തുവാ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാനും എൻ്റെ അമ്മയും വേണ്ട ഞങ്ങളുടെ വീട്, എൻ്റെ വീട് എൻ്റെ അച്ഛന് ഷെയർ കിട്ടിയത് 83 കിട്ടിയത് ഞാനാണ് ഇവിടെ. ഇത് എനിക്ക് ഷെയർ കിട്ടിയത് കഴിഞ്ഞ് ഇപ്പോൾ 2ാമത്തെ ഷെയറായി. മനസ്സിലായില്ലയോ? അവകാശം പറഞ്ഞുകൊണ്ട് വരാൻ എന്തോ അവകാശമാണ് ഇതെൻ്റെത്. എനിക്ക് വീട് താമസിക്കാനുള്ള എൻ്റെ വീട് മരണം വരെയും. അത് കഴിഞ്ഞ് എനിക്കൊരു കൊച്ചുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വീട്, മാനമര്യാദയ്ക്ക് സമാധാനത്തോടെ. അവന്മാരും നമ്മുടെ പലതും ഇതാക്കുക. എന്തൊരു പുകയാന്ന് നോക്കിയപ്പോൾ പുകയിടിയിൽ തുടങ്ങി. കേട്ടോ, ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക ഇവിടം. കുറേ ക്രിമിനലുകൾ ഇങ്ങനെ അടുത്തുകൂടി ഇരുന്നുകൊണ്ട് ഭയങ്കര ശല്യമാണ്. എന്തായാലും വലിയ ശല്യമായിട്ട് മാറിയിരിക്കുക. നമ്മൾ ഇന്നലെ തേങ്ങ ഇടാൻ ആളിനെ വിളിച്ചത്. തേങ്ങ ഇട്ട് ഇവിടെ ഇട്ടേക്കുന്നത് കണ്ടല്ലോ കൂട്ടി. അല്ല, നമ്മൾ ഒരു കള്ളത്തരവും ഇല്ല. നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിനകത്ത്. നമ്മൾ തേങ്ങ ഇടിക്കാൻ പോയതാണ്. നമ്മുടെ ഇവിടെ കൂടാതെ 2 സ്ഥലത്തും കൂടെ 35 വീതമുള്ള 2 സ്ഥലമുണ്ട്. അവിടെ പോയി. അത് ഒന്ന് കുട്ടിയുടെ പടിഞ്ഞാറ് വശം, ഒന്ന് കോട്ടയിലെ ബിജു എന്ന് പറയുന്ന അങ്ങേറെ പടിഞ്ഞാറ് വശം. 35 സെൻറ്റ് വീതമാണ്. കേട്ടോ, അവിടുന്ന് കൊണ്ടുവന്ന് തേങ്ങയാണ് ഈ കൂട്ടിയിട്ടിരിക്കുന്നത്. അതെല്ലാം നമ്മളെടുത്ത് ഇതാക്കിയിട്ടുണ്ട്. ഇത് വലിയ ശല്യമായിട്ട് മാറിയിരിക്കുക. ഇപ്പം ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക.